ഹായ് ഗായ്സ്, നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ അക്കൗണ്ടിലെ സർപ്രൈസിലാണ്. ബൈ ഗായ്സ്, നമ്മുടെ കേക്ക് അങ്ങനെ വന്നു. ഇവിടെ കേക്കിന് വേണ്ടി നിൽക്കുന്ന കേക്ക് വന്നു ഗായ്സ്. ശരത് അച്ചോടി സെക്യൂരിറ്റിയോട് പറഞ്ഞേടാ. സമയം എത്രയായി? 12 മണി വന്നു. നമ്മൾ കേക്ക് എടുക്കാൻ പോവുക. നമ്മൾ കേക്ക് എടുത്തോണ്ട് വന്നു. ഇനി അച്ഛനെ പോയി വിളിച്ച് നമ്മൾ ഉണർത്തണം. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയത്തില്ല, എന്തായാലും പോയിട്ട് വരാം. അതൊക്കെയാണ് ഗൈസ്. നമ്മൾ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അതെ അതെ അതെ, ഇപ്പോൾ സെറ്റാക്കി. അപ്പോൾ ഈ കേക്കൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 12 മണിക്ക് മുറിക്കാത്തതെന്ന് വെച്ചാൽ 12 മണിയാകുമ്പോൾ ഭയങ്കര പ്രതീക്ഷയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതോ, അതുകൊണ്ട് നമ്മൾ മുറിക്കാത്തത്. നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചു. കുഞ്ഞറിയെ വരുന്നില്ലേ കേക്ക് മുറിക്കാൻ? വയ്യാത്ത പിള്ളേരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കേക്ക് തുറന്ന് വെച്ചിട്ട് ഒരു പോക്കൊക്കെ പോയി അച്ഛ ഇവിടെ കേക്ക് ഹാളിൽ കൊണ്ട് തുറന്ന് വെച്ചിട്ട് ഒരു പോക്കൊക്കെ പോയി. ഓർത്തില്ല കേസ്. നമ്മൾ ഈ ഹാളിലാണ് ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. അച്ഛനൊരു സംശയം എന്ന് പറഞ്ഞ സാധനമില്ല ഗൈസ്. മൊത്തം കുളമാക്കി ചളവൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛന് നല്ല ഡൗട്ടുണ്ട്. കാരണം അച്ഛൻ്റെ എടുത്ത് വെച്ചാൽ ഞങ്ങൾ കുറേ വട്ടം കേക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛന് ഏറെക്കുറെയൊക്കെ മനസ്സിലേക്ക് കാണും അല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇത്രയും കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവൾ ഓർക്കത്തില്ല. പിന്നെ ഈ പരിപാടികളൊക്കെ ഒന്ന് കഴിയട്ടെ. ഡബിൾ ടേപ്പ് എടുത്തോണ്ട് വാ. ഓക്കെ ഗൈസ്, എസ്കസ്. അതത്ര എടി അച്ഛന് അത്ര പൊക്കം ഇല്ലല്ലോ. ഇവിടെ അച്ചു വെച്ചല്ലേ. ഷിജിക്ക് അത്ര പൊക്കം ഇല്ലല്ലോ. ഷിജിക്കല്ലേ പൊക്കം കൂടുതലും ഇവിടെ. പണിയെടുക്ക് ജസ്റ്റ് ആവശ്യം അങ്ങനെ തന്നെ. എന്തോടി എടി ഇത് മതി. എന്തേലും വിരിക്കാം. എല്ലാം പ്ലാൻ ചെയ്ത് അച്ഛനെ വിളിച്ചു തന്നാണ്. അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒന്നുമില്ല ഇനി. എടുക്കുക, ഇങ്ങനെയിട്ട് മുറിച്ചെടുക്കുക, തിന്നുക, വെട്ടി മുറിക്കുക. ഇറക്കിട്ട് അങ്ങനെ ആക്കിയില്ല. അച്ഛനെ കുട്ടിക്ക് അടിച്ച് വെട്ടി മുറിച്ചാലോ. അടിച്ചടിച്ച് ഓക്കെ. അച്ഛനോട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഓൾറെഡി. അച്ഛൻ്റെ റൂമിൽ പൂട്ടിയിടുന്ന പ്ലാൻ. ഈ സെറ്റായിട്ട് പേടിക്കരുത് എടി. ഇവിടെ മാത്രം സ്വിച്ച് ഇല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് പാട്ടിടുന്നത് ഏതാണെന്ന് അറിയത്തില്ല ഗൈസ്. ഏതെങ്കിലും അതാ ഈ പാട്ടിടാ എടി. സൂപ്പർ പാട്ടാടി. ഗൈസ്, നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അവരൊക്കെ ഉണ്ടല്ലേ. നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മൾ പോവാണ്. ഓടി
അച്ഛനെ എടുത്തോണ്ട് വെക്കോ. എടി സെറ്റാ അച്ചു, അതാവുമ്പോ സെറ്റാ ഹാളാ. അച്ചു സെറ്റ്. അച്ചു വിട്ടരുത്, ഇതിന്റെ ക്രൂര വർദ്ധനാന്ന് പറയൂ. എടി ഇതിലിട്ട് പൂട്ടിയ സെറ്റായിരിക്കും കേട്ടോ. അച്ചു ഇതിലൊരു വൈബ് ഉണ്ട് കേട്ടോ, പ്രേത വൈബ്. ഒരു ഹാളിൽ അച്ചു ഒറ്റയ്ക്ക് ഇരിക്കുവേ. അച്ചു ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സെറ്റാക്കാം. എനിക്ക് In the absence of Priya, Neha and Avilya. Happy birthday to you. Happy birthday dear Achu. Happy birthday to you. God bless you. സർപ്രൈസ് ആയോ? ഇവിടെ നമ്മളെ പ്ലാൻ നേരത്തെ പറഞ്ഞത് അതായില്ലേ? അല്ലാതെ ഇവിടെ വിശ്വസിക്കത്തില്ലായിരുന്നു. അച്ചു സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. അച്ചു ഡോണ്ട് ക്രൈ അച്ചു. കരയണ്ട അച്ചു, കരയണ്ട. എല്ലാം ശരിയാവും, ജീവിതമല്ലേ. അത് നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് കരയാം. അത് നമുക്ക് സെൽഫി എടുക്കാം. അപ്പൊ ഗൈസ്, ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി എല്ലാം ഉറങ്ങാൻ പോവാണ്.